ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 6 വിക്കറ്റ് ജയം. 259 റൺസ് വിജയലക്ഷ്യം. 13 പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്ന വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലുമാണ് ഇന്ത്യയെ വിജയത്തിൽ എത്തിച്ചത്. ശുഭ്മാൻ ഗിൽ 80 റൺസ് എടുത്തു. ടീമിൽ തിരിച്ചെത്തിയ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നിരാശപ്പെടുത്തി. മുഹമ്മദ് ജസീം വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. മുഹമ്മദ് ജസീം, പറയൂ ഈ വിജയമധുരത്തിന്റെ വിശദാംശങ്ങൾ. ആര്യ, ഇന്നത്തെ മത്സരത്തിലെ വിജയം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെതിരെ ഈയിടെ നടന്ന T20 പരമ്പരയിൽ ഇന്ത്യക്ക് വലിയ നാണക്കേടായിരുന്നു. കാരണം 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 5 ഒരു മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. 4 മത്സരവും തോറ്റി ആ പരമ്പര ഇന്ത്യക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പ് അയർലൻഡിനെതിരായ T20 പരമ്പരയും നഷ്ടമാകുന്നു. അങ്ങനെ ഇന്ത്യൻ ടീം T20യിൽ വലിയ ഒരു തകർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് പിന്നീട് ഏകദിനത്തിലേക്ക് വരുന്നതും ഇപ്പോൾ ഇന്ത്യ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യ 6 വിക്കറ്റിന് 28 പന്ത് ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ 6 വിക്കറ്റിന് വിജയിക്കുന്നത്. ഈ ഇംഗ്ലണ്ട് ഉയർത്തിയിരുന്ന 259 റൺസ് എന്നുള്ള വിജയലക്ഷ്യം ഇന്ത്യ 28 പന്ത് ശേഷിക്കുകയാണ്. 6 വിക്കറ്റിന് ഇന്ത്യ വിജയിച്ചുകൊണ്ട് ഈ മത്സരത്തിലേക്ക്, ഈ ഒരു ഏകദിന പരമ്പരയിലേക്ക് അവർ ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ്. അടുത്ത വർഷത്തെ ലോകകപ്പിലേക്കുള്ള ഒരുക്കം കൂടിയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ തുടങ്ങുന്നത് എന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയിരുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിനത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അവർ രോക്കോ സഖ്യം എന്ന് പറയുന്ന ആ ഒരു സഖ്യത്തിന്റെ വലിയ പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാത്തിരുന്നത്. പക്ഷേ ഇരുവരും നിരാശപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രോഹിത് ശർമ്മ 11 റൺസും വിരാട് കോഹ്ലി വെറും 5 റൺസും മാത്രം എടുത്താണ് അവർ മടങ്ങിയത്. പക്ഷേ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. 80 റൺസ് എടുത്താണ് അദ്ദേഹം പിന്നീട് കളത്തിൽ നിന്ന് മടങ്ങിയത്. അദ്ദേഹത്തിന്റെ ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതോടൊപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലും എടുത്തിട്ടുള്ള അർദ്ധ സെഞ്ചുറി കൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി. അത് ഇന്ത്യയുടെ വിജയത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമായതും അവരുടെ പോരാട്ടം കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് അക്സർ പട്ടേൽ എടുത്ത 4 വിക്കറ്റ് കൂടി ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അക്സർ പട്ടേലിന്റെ ഒരു വിക്കറ്റ് വേട്ട തന്നെയാണ് ഇന്ത്യക്ക് ബൗളിംഗിൽ ഇന്ത്യക്ക് ഒരു മേധാവിത്വം നൽകിയത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ത്യ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ, ഏകദിനത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യ വിജയിക്കുന്നു. 3 മത്സരങ്ങളാണ് ഈ പരമ്പരയിലുള്ളത്. അതിൽ ആദ്യ മത്സരം തന്നെ വിജയിച്ച് അതൊരു മേധാവിത്വം പുലർത്താൻ ഇന്ത്യക്കായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വരും മത്സരങ്ങളിലും വലിയ വിജയങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഇന്നത്തെ ബർമിംഗ്ഹാമിലെ മത്സരം റിസൾട്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നിരാശപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിലുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അത് അടുത്ത മത്സരത്തിലേക്ക് തീർച്ചയായിട്ടും ഇരുവരും വലിയ തിരിച്ചുവരവ് നടത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ അഫ്ഗാനിസ്ഥാൻ പരമ്പരയിലും ന്യൂസിലൻഡ് പരമ്പരയിലുമായിരുന്നു വിരാട് കോഹ്ലിയും അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയും ഒക്കെ കളിച്ചിരുന്നത്. അന്നൊക്കെ അവർ വലിയ പോരാട്ടങ്ങൾ, വലിയ പ്രകടനങ്ങൾ അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു തിരിച്ചുവരവ് ഇംഗ്ലണ്ട് പരമ്പരയിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അത് അടുത്ത 2 മത്സരങ്ങളിൽ അങ്ങനെ ഒരു പ്രകടനം നടത്തിയാൽ തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ ലോകകപ്പിലേക്ക് വലിയ പ്രതീക്ഷയോടെ തന്നെ ഇന്ത്യക്ക് ഇറങ്ങാം എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുതന്നെയാണ് ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതും. ആ ഒരു ക്രിക്കറ്റ് ലോകകപ്പിലേക്ക് അതുകൂടി നേടിയിട്ട് ഈ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഉള്ളത്. അത് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അടുത്ത മത്സരങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ആര്യ, ഓക്കെ, മുഹമ്മദ് ജസീമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കായിക ലോകത്ത് നിന്ന് സന്തോഷമുള്ള ഒരു വാർത്ത വരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 6 വിക്കറ്റ് ജയം.